നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗൾഫിൽ പെയ്തിറങ്ങിയ മഴ ആദ്യം സന്തോഷം നൽകി, പക്ഷെ പിന്നീട് കനത്തതോടെ ദുരിതങ്ങൾ ബാക്കിയായി. ദുബായിലെ മഴ പ്രവാസികളെ അടക്കം ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഗൾഫ് ലോകം മൊത്തം ആകമാനം ഈ ഒരു മഴയിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുക, ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് വരെ ഈ കടുത്ത മഴ എത്തിക്കുകയുണ്ടായി. ഏപ്രിൽ 18-19 തീയതികളിൽ അവധിയായിരിക്കുമെന്നും വിദൂര പഠനം തുടരുമെന്നും എമിറേറ്റിലെ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചിരുന്നു. ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ, നഴ്സറികൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിൽ 2 ദിവസം കൂടി വിദൂര പഠനം തുടരും. ഷാർജയിലും സ്വകാര്യ സ്കൂളുകൾക്ക് വിദൂര പഠനം നീട്ടിയിട്ടുണ്ട്. ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംഘം പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ ജീവിത മേഖലയെ മാറ്റിമറിച്ച ഒരു മഴയാണ് ഗൾഫ് രാഷ്ട്രത്തെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ദുബായിയുടെ 2 വ്യത്യസ്ത കാലാവസ്ഥ സാഹചര്യങ്ങൾ എടുത്തു കാണിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അടുത്തടുത്തുള്ള മണിക്കൂറുകളിൽ സംഭവിച്ച ചില കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം കാർമേഘം കൊണ്ട് ഇരുണ്ട് കിടന്ന ഒരു സ്ഥലം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പരന്ന വെയിൽ വന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം.